ചാമി ജയിൽ ചാടിയത് മാസങ്ങൾ നീണ്ട മുന്നൊരുക്കത്തിനു ശേഷം. ആഹാരം കഴിക്കുന്നത് കുറച്ച്, ശരീരഭാരം കുറച്ചതും, മതിൽ ചാടാൻ തുണികൾ ശേഖരിച്ചതും, സെല്ലിലെ കടുപ്പമേറിയ കമ്പികൾ ദ്രവിപ്പിച്ച ശേഷം മുറിച്ചുമാറ്റിയതും ജയിൽ ഉദ്യോഗസ്ഥർ ആരും അറിഞ്ഞതേയില്ല. കൊടും ക്രിമിനലുകളെ പാർപ്പിച്ചിരിക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ച മുതലാക്കിയാണ് ഗോവിന്ദചാമി പുറത്തു കടന്നത്. ഇതിന് പുറത്തുനിന്നും ജയിലിനുള്ളിൽ നിന്നും വ്യക്തമായ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന സംശയവും ഉയരുന്നുണ്ട്. പിടിയിലാകുമ്പോൾ ഗോവിന്ദചാമിയുടെ പക്കൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇവ എവിടെ നിന്ന് കിട്ടിയെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ജയിലിനുള്ളിൽ ചിലരാണ് ഇത് നൽകിയത് എന്നും കേൾക്കുന്നുണ്ട്. സെല്ലിലെ കമ്പി ചെറുതായി മുറിച്ച ശേഷം ഉപയോഗിച്ച് ദ്രവിപ്പിക്കുകയായിരുന്നുവെന്നാണ് ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഇതിനെല്ലാം മാസങ്ങൾ വേണം. ഇത്ര സമയമെടുത്ത് അതിവിദഗ്ധമായി ജയിൽ ചാട്ടം ആസൂത്രണം ചെയ്തെങ്കിലും ഒരിക്കൽ പോലും അത് കണ്ടുപിടിക്കാനോ സംശയം തോന്നി സെൽ പരിശോധിക്കാനോ ആരും തയ്യാറായില്ല എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത്. ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന സെൽമുറിയിൽ ആവശ്യത്തിന് വെളിച്ചമുണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇത് കൊടും ക്രിമിനലായ ഗോവിന്ദചാമി അവസരമാക്കി. എന്തിനും മടിക്കാത്ത ക്രിമിനലിനെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലിൽ വെളിച്ചമെത്തിക്കാനുള്ള ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നതും സുരക്ഷാ വീഴ്ച തന്നെയാണ്. കൃത്യമായ മെനുവും അളവും അനുസരിച്ചാണ് തടവുകാർക്ക് ഭക്ഷണം നൽകുന്നത്. ഒരു തടവുകാരൻ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ കഴിക്കുന്നതിൽ കുറവ് വരുത്തുകയോ ചില വിഭവങ്ങൾ കഴിക്കാതിരിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്താൽ ജയിൽ വാർഡർമാർ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽ ഇത് എത്തും. എന്നാൽ ഗോവിന്ദചാമിയുടെ കാര്യത്തിൽ അത് ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ. ചോറ് ഒഴിവാക്കി ചപ്പാത്തി മാത്രമായിരുന്നു അയാൾ ആഴ്ചകളായി കഴിച്ചിരുന്നത്. ശരീരത്തിന്റെ വണ്ണം കുറച്ച് 2 കമ്പികൾ മുറിച്ചുമാറ്റിയ ചെറിയ വിടവിലൂടെ പുറത്തു കടക്കാൻ വേണ്ടിയായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ജയിൽ ചാട്ടം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് സെൻട്രൽ ജയിൽ വളപ്പുകളിലെ മതിലിന് മുകളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിച്ചത്. തീവ്രത കുറഞ്ഞ കറണ്ട് ദിവസം മുഴുവൻ ഇതിലുണ്ടാവും. ഇതിൽ ഒരാൾ സ്പർശിക്കാൻ ഇടയായാൽ അയാൾക്ക് ശക്തമായി ഷോക്കേൽക്കും. എന്നാൽ ജീവഹാനി ഉണ്ടാവില്ല. ഈ ഇലക്ട്രിക് ഫെൻസിംഗ് മുകളിലൂടെ തുണികൾ കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയ വടമെറിഞ്ഞാണ് ഗോവിന്ദചാമി പുറത്തു കടന്നത്. ഈ സമയം ഫെൻസിംഗിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയുന്നത്. കറണ്ട് പോയാൽ പകരം സംവിധാനമൊരുക്കാൻ ജനറേറ്റർ സംവിധാനങ്ങൾ ജയിലിൽ ഉണ്ടാവണം. കണ്ണൂർ ജയിൽ ജനറേറ്റർ ഉണ്ടായിരുന്നു. അത് പ്രവർത്തിച്ചിരുന്നോ എന്ന കാര്യം ഇനി പുറത്തു വരേണ്ടതുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ജയിലുകളിൽ ഒന്നാണ് കണ്ണൂർ. പരിസരം പൂർണ്ണമായി CCTV ക്യാമറകളിലൂടെ നിരീക്ഷണത്തിലാണ്. ക്യാമറ ദൃശ്യങ്ങൾ നിരീക്ഷിക്കാൻ എല്ലാ പ്രധാന ജയിലുകളിലും പ്രത്യേക മുറിയും ജീവനക്കാരുമുണ്ട്. ഇവരുടെ കണ്ണിൽപ്പെടാതെ ഒരു ഈച്ചയ്ക്ക് പോലും ജയിൽ വളപ്പിൽ കയറാനോ പുറത്തു പോകാനോ ആവില്ല. എന്നാൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതിനാൽ CCTV മോണിറ്ററിംഗ് ഉണ്ടാവാറില്ല എന്നാണ് മുൻ ജയിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. കേടായ CCTVകൾ പോലും സമയത്തിന് നന്നാക്കാറില്ല എന്നത് മറ്റൊരു സത്യം. ചോർന്നൊലിക്കുന്നതിനാൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ വാച്ച് ടവറിൽ ആള് കയറാൻ വയ്യാത്ത അവസ്ഥയിലാണ്. പൈതൃക കെട്ടിടം കൂടിയായ ജയിലിൽ കെട്ടിടങ്ങളിലെ അറ്റകുറ്റപ്പണികൾ ചെയ്യണമെന്നാവശ്യപ്പെട്ട് PWD വകുപ്പിനെ ബന്ധപ്പെട്ടവർ സമീപിച്ചെങ്കിലും ഇതുവരെ അറ്റകുറ്റപ്പണികളൊന്നും നടത്തിയിട്ടില്ല. വാച്ച് ടവറിൽ ആളില്ലാത്ത കാര്യം തടവുകാർക്ക് അറിയാമെന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത. രാത്രി ജയിലിൽ പെട്രോളിംഗ് ഉണ്ടാകും. എന്നാൽ പുലർച്ചെ മതിലിൽ കിടന്ന വടം കണ്ടാണ് അധികൃതർ ഓരോ സെല്ലുകളിലായി പരിശോധിച്ചത്. ഗോവിന്ദചാമി കിടന്നിരുന്ന ബ്ലോക്കിലേക്ക് എത്തിയപ്പോൾ മാത്രമാണ് ചാടിപ്പോയത് ഗോവിന്ദചാമിയാണെന്ന് ജയിൽ അധികൃതർ തിരിച്ചറിഞ്ഞത്. അപ്പോൾ ജയിൽ ചാട്ടം കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞിരുന്നു. തുടർന്ന് ജയിലിന്റെ പരിസരത്തും മറ്റും പരിശോധന നടത്തി. രാവിലെ 6 മണിയോടെയാണ് ജയിൽ ചാട്ടം പോലീസ് സ്ഥിരീകരിച്ചത്. തുടർന്ന് 7 മണിയോടെ പോലീസ് സംസ്ഥാനത്ത് ആകമാനം വിവരങ്ങൾ കൈമാറി തിരച്ചിൽ ആരംഭിച്ചു. 2 കൈയുള്ള നല്ല ആരോഗ്യവും മെയ്വഴക്കവുമുള്ള ഒരാൾക്ക് പോലും ജയിലിലെ പടുകൂറ്റൻ മതിലുകൾ ചാടിക്കടക്കുക ഏറെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അങ്ങനെ ഇരിക്കെ ഒറ്റക്കയ്യനായ ഗോവിന്ദചാമി എങ്ങനെ മതിൽ ചാടിക്കടന്നു എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ്. 10ാം ബ്ലോക്കിൽ ഉണ്ടായിരുന്ന കുടിവെള്ള കന്നാസ് മതിൽ ചാടാൻ ഉപയോഗിച്ചുവെന്നും സൂചനയുണ്ട്.